അതെ അതെ അതെ, എനിക്ക് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന എന്നെ അനുസരണയുള്ള ഒരു പട്ടി തന്നെ വേണം. ശശി സ്റ്റേ. താനൊരു കാര്യം ചെയ്യ്, അങ്ങനെ ഒരു പട്ടീനെ കിട്ടുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ ശരി. ശശി പെറ്റ് വേണോ ശശി? അതിന് നീ പെറ്റ് തരുവോ അമ്മണി? പെറ്റ് അതിന് വേണോന്ന്? അമ്മണി, ഞാൻ എന്റെ ഒരു വീക്ഷണം കോണിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്തിന്ന് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിലേ നമുക്ക് എന്തുകൊണ്ടും ചേരുന്നത് ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡ് അല്ലൂടി. ജർമ്മൻ ഷെപ്പേർഡ് എന്നാണോ കാവ്യ ഉദ്ദേശിച്ച്? ഇപ്പൊ അങ്ങനെ മാറ്റിയോ? അങ്ങനെയാണ്. ശശി കമ്മല്ല അമ്മണി. അമ്മണി കമ്മ കണ്ണ് കാണുന്നില്ലടി. ഞാൻ ഇതൊന്ന് ഊരി വെച്ചോട്ടെ കുറച്ചു നേരം. അത് വെക്കുമ്പോഴാ ഇത്തിരി മേന. അത് വെച്ചേ, ഇനി അത് അഴിച്ചു കളയാൻ പോവുക. അപ്പൊ അമ്മണി പറഞ്ഞു വരുന്നത് ഇത് വെച്ച് എന്നെ കാണാൻ ആവുന്നാഴിയില്ല മമ്മൂട്ടിയെ പോലെ ഉണ്ടെന്നല്ലയോടി? പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പെണ്ണുമ്പോൾ ഞാൻ അങ്ങനെ അല്ല പോവണ്ടേ? നടക്ക്. ജോലിഷൻ 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 താനാണോ ജോലിഷൻ? നാമിന്റെ ഈ വേഷം കണ്ടിട്ടും ഈ ശൈലി കണ്ടിട്ടും മനസ്സിലാകണില്ലേ നാം തന്നെയാണ് ജ്യോതിഷൻ. താനിരിക്കണില്ലേ? എനിക്ക് സോഡിയം കുറവാ. അതിന് പീരിയോഡിക് ടേബിളിന്റെ മണ്ടയ്ക്കല്ല നാം ഇരിക്കാൻ പറഞ്ഞത്, സോഫയിലല്ലേ, അങ്ങോട്ട് ഇരിക്കുക. അമ്മിനി കുറ്റി, പീപ്പക്കുറ്റി, മരക്കുറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ത് കുറ്റി? അതല്ല, അമ്മിനിക്കുട്ടി പറയണോ ഇരിക്കാൻ? കാരണം അമ്മിനിക്കുട്ടി എന്റെ സ്കിബിഡിയാ. ഇത് നാമിന്റെ കവിടിയാ. താൻ അവിടെ ഇരിക്കുക. ശശി മണി കയ്യ് ആട്ടെ, പ്രശ്നം പറയാ. പ്രശ്നം ആട്ടയ്ക്കല്ല റവയ്ക്ക. അമ്മിണി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കും. അതൊന്നും ഇപ്പൊ പറയണ്ട. കാടിയാണോ പശയാണോന്ന് തമ്പുരാനറിയും. ഞാൻ അത് കലക്കി തൊഴിച്ച് നിൽക്കുന്ന പശുവിന് കൊണ്ട് കൊടുത്തപ്പം കുടിച്ചതിന് ശേഷം പശുവൊക്കെ എന്നെ ഒരു നോട്ടം. മിണ്ടാപ്രാണികളല്ലേ ഞങ്ങള്, നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? തന്റെ ആമാശയത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ശിവകാശിയില് പടക്കക്കട പോലെ ആയിട്ടുണ്ട്. നൊരയും പതയും വല്ല വരണുണ്ടോ? കൊറേ നേരം തീരെടുത്തു പോയി നിക്കാമെങ്കിൽ ചെവിന്നും മൂക്കിന്നും വായിന്നും ഒക്കെ കുമിള വന്ന് പൊട്ടും. ആട്ടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറയാ. അമ്മിണിക്കുട്ടിയെ കണ്ടില്ലേ? അതാണോ തന്റെ പ്രശ്നം? അമ്മിണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് 10 പേര് കൂടുന്നിടത്ത് ശശി നീ മിണ്ടരുത്. അപ്പൊ വീട്ടിലോ? നിശബ്ദം. പ്രശ്നം ഞാൻ പറയാം. സുന്ദരിയായ സിൽമ നടിനെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാൾ ഇങ്ങനെയാ പെരുമാറുന്നേ. അമ്പടെ കേമാ ശശികുട്ട, താൻ 2 കെട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ തന്റെ സുന്ദരിയായിട്ടുള്ള മറ്റേ ഭാര്യ എവിടെ? ആ പെണ്ണുമ്പോൾ അവരുടെ കാര്യമായി പറയുന്നേ. ചുട്ടെടുത്ത സണ്ണി ലിയോൺ ആണെന്ന് അവരുടെ വിചാരം. ശശി ഇനി എന്ത് പ്രശ്നമാണെങ്കിലും നാമിന്റെ ഈ കവടിയിൽ തെളിയും. എല്ലാം കിട്ടുവോ? എല്ലാം കിട്ടും. അന്ന് ആ രമണിയുടെ ബാത്റൂം ഒന്ന് കാണിച്ചാ നോക്കട്ടെ. സെപ്റ്റിക് ടാങ്ക് കണ്ടാ മതിയാവോ? ഇയാൾ എന്ത് നെഗറ്റീവ് മനുഷ്യനാ? സെപ്റ്റിക് ടാങ്ക് പോലോ? അതെങ്ങനാണോ നെഗറ്റീവ് ആകുന്ന? ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യല്ലേ അത്? സ്വാമി ആക്ച്വലി ബേസിക്കലി ഫിസിക്കലി കഥകളി പറയാ. അന്ന കാര്യം എന്താന്ന് പറഞ്ഞാ, ഇയാൾക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ദുബായില്, ഫ്ലോർ മാനേജർ ആയിട്ടാണ്. ഇയാൾ എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങോട്ട് പറഞ്ഞു വിടണം. ഈ കോലത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ അവർ അടുത്ത വണ്ടിക്ക് തിരിച്ച് ഇങ്ങോട്ട് കയറ്റി വിടും. അതുകൊണ്ട് ഇയാളുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് നോക്കിയിട്ടൊന്ന് പറയണം. ആട്ടെ, പുള്ളിയുടെ നക്ഷത്രം എന്താ? അതൊക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു, ഇപ്പൊ അതൊക്കെ അങ്ങ് അണഞ്ഞ്. കെട്ടതാണെങ്കിലും അണഞ്ഞതാണെങ്കിലും താൻ നക്ഷത്രം പറയണം. പൂരം പിറന്ന പുരുഷൻ. ശശി വെറും പൂരം. പൂരം പിറന്ന പുരുഷൻ ഔട്ട്. ദോശ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി നാം ഇവിടെ തട്ടുകട സെറ്റപ്പ് ഒന്നും അല്ലേ നടത്തണത്? പക്ഷെ വന്നിരുന്നപ്പോ മുതല് കൈക്ക് ഉമിച്ച മീന്റെ വാടയുണ്ടല്ലോ. സോപ്പ് മാറ്റേണ്ടി ഇരിക്കണു. സ്വാമി പ്രശ്നം എന്താന്ന് ഞാനിപ്പോ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. തന്റെ ആ കഴുത്തിലെ പാടാണോ താൻ പറയുന്ന പ്രശ്നം? താനെന്തിനാടോ മീശ കുടുങ്ങി? താനെന്തിനാടോ കിണിക്കണേ? അതെന്റെ കിക്കിയാ. അത് ഈ റീൽസിലൊക്കെ ഡാൻസ് കളിക്കുന്ന പട്ടിയല്ലേ? അത് സൈബീരിയൻ ഹസ്കി. ഇത് ഇങ്ങനെ ഒന്ന് ഹിക്കി. ഈ ഹിക്കാൻ തനിക്ക് ഈ നാണോ മാനോ ഒന്നും ഇല്ലായിരുന്നോ? അമ്മിണി എന്താ ശശി? നാണം ഉണ്ടോടി? എനിക്ക് ഇല്ലല്ലോ ശശി. ഈ നാണോ മാനോ അല്ലാണ്ട് തനിക്ക് എന്തെങ്കിലും ജോലിയും കൂലിയും ഉണ്ടോ? ആ കൊച്ചിന്റെ കോലം കണ്ടില്ലേ? അതെന്തൊരു വർത്തമാനാ നിങ്ങൾ പറയുന്നേ? ശശി ഒരു ആവേശത്തിൽ
ഇവളിനെ എങ്ങനെ നോക്കണോന്ന് എനിക്കറിയാടാ. എനിക്ക് അതിനുള്ള ചഞ്ചലമുണ്ട്. എനിക്ക് ആരുടെ അവസാനം വേണ്ട. എന്റെ ചേട്ടൻ എന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ടാ വളർത്തുന്നേ. കൂട്ടുകെട്ടിന്ന് ഞാൻ എന്റെ ചേട്ടനെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. റീൽസ് പറഞ്ഞ് കളിക്കുക. തനിക്ക് കഴിവുണ്ടോടോ? തന്നെ നാലാളെ അറിയോ? ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് എല്ലാരും തുപ്പും. സ്വാമി പറയില്ല. അമ്മിണി ചോദിച്ച കേട്ടോടി, എന്ത് എനിക്ക് കഴിവുണ്ടോന്ന്. ഉണ്ടോ? അമ്മിണി കാവ്യമാധവൻ. ആ അങ്ങനെ അങ്ങ് ശശിനെ കൊച്ചാക്കൊന്നും വേണ്ട. ഒറ്റ സൗണ്ടിൽ ഇപ്പൊ കാവ്യമാധവനെ കാണിക്കും. കാണിച്ചു കൊടുക്ക് ശശി. എന്തോരാൾക്കാരാ ഇവിടെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ കോപ്രായൊന്നും അല്ലാണ്ട് തനിക്ക് വല്ല പണിയൊന്നും ഇല്ലേ? പിന്നെ മൂപ്പര് നമ്മുടെ മണിക്കുട്ടി ബസ്സിലെ ഡ്രൈവർ അല്ലേ? അതെ, ബസ്സിലൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ അങ്ങ് ചോദിക്കുവാ. മാമിന്റെ തൊഴയെ പറ്റിയോ? അല്ല, വിശേഷം വിശേഷം. രണ്ടും കൂടി ഇപ്പൊ ഫ്രഞ്ച് കിസ് അടിക്കുവോ? താനാ ചുണ്ടുകൊണ്ട് കാണിച്ചത് വിശേഷം എന്നാണോ? ഫസ്റ്റ് താനത് പറയാൻ പഠിക്ക, എന്നിട്ട് നമുക്ക് ആക്കാം. സ്വാമി, കുട്ടികൾ ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ സ്വാമി? അമ്മിണി വാടി, വീട്ടിൽ പോവാണ്ടി. ശശി സിറ്റ് ശശി തെളിച്ചു പറ, അല്ലേ ഞാൻ ഇപ്പൊ വൃത്തികേടാക്കിയാണ്. സ്വാമി, എന്തെങ്കിലും വഴിയുണ്ടോ സ്വാമി? നാം ഇത് കൊറേ നാളായിട്ട് കൊറേ പേരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ രുദ്രാക്ഷം കണ്ടിട്ടേ സ്റ്റെതസ്കോപ്പ് ആയിട്ട് തോന്നുന്നുണ്ടോ ശശി? അമ്മിണി എന്താ ശശി? തോന്നുന്നുണ്ടോടി? ഇല്ല. ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബോർഡ് കണ്ടിരുന്നോ? അമ്മിണി എന്താ ശശി? കണ്ടിരുന്നോടി? കണ്ടിരുന്നു. നാമിനെ കണ്ടിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോലെ തോന്നുന്നുണ്ടോ ശശി? അമ്മിണി അതല്ലേ, താൻ പറയണ്ട, താൻ പറയാ. ഇല്ല, ജോലിഷൻ. ജോലിച്ചനല്ല പെണ്ണുമ്പല്ലേ, ജ്യോതിഷൻ. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയാ. ആ, ഞാനിവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. നമുക്കൊരു പെങ്ങളുണ്ട്, അവക്കൊരു കല്യാണം ആലോചിക്കണം. നമ്മിന് താല്പര്യം ഇല്ലേ? ഒരുത്തനെ പിടിച്ച് ഏണിയും പാമ്പിൽ വിട്ടിട്ട് ആ 99 മുട്ടക്കാണ്ടം പാമ്പ് ഇടിഞ്ഞ അവസ്ഥയിൽ കിടക്കുമ്പോഴാ പെണ്ണുമ്പോൾ അടുത്തവന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോട് ഒരു രക്തപുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചാലോ? എന്താടോ ഇത്, അണ്ടിപ്പരിപ്പോ? രക്തപുഷ്പാഞ്ജലിയിലൂടെ പോയി അണപ്പല്ല. ഈ ഇരിക്കുന്ന എല്ലാം രക്തപുഷ്പാഞ്ജലിയാണോ? ഏയ്, ചിലതൊക്കെ. അന്നാ ഒരു പഞ്ചഭൂത ഹോമം നടത്തിയാലോ? അന്ന് വെച്ചാ 5 ഭൂതങ്ങളുള്ള ഹോമം. അമ്മിണി എന്താ ശശി? 3 ഇവിടെ ഉണ്ട്. 2 പൈസ കൊടുത്താ മതിയേ. ഇയാടെ ജാതകത്തിലേ ഗജകേശ്വരി യോഗം കാണുന്നുണ്ട്. അത് ശരിയാ. പക്ഷെ ചടമ്പെടുക്കുന്ന അമ്മിണിയും ചവിട്ടുകൊണ്ട് പിണ്ടം കോരുന്ന ഞാനും. ഈ ജ്യോത്സ്യന്മാരുടെ വീട്ടിലൊക്കെ തത്തയും കൂടും കാടും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ തത്ത കാടെടുക്കുവോ? ഇവിടെ തത്ത കാടെടുക്കത്തില്ല. റേഷൻ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാ റേഷൻ കടയിലെ ചേച്ചി കാടെടുക്കും. എന്നിട്ട് ശശി പോയപ്പോ റേഷൻ കടയത്തെ ചേച്ചി എന്താ കാടെടുത്തില്ല? അവര് പറഞ്ഞ അമ്മിണി തള്ളവിരല് പതിപ്പിക്കണോന്ന്. എന്റെ തള്ള മരിച്ചു പോയില്ല അമ്മിണി, പിന്നെ എവിടുന്ന് വിരല് കൊണ്ടുവരാനാ? ഓ, നിങ്ങളെയൊക്കെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അമ്മണിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളെ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് സ്വാമിനെ കണ്ടിട്ട് എന്താ അഭിപ്രായം? അമ്മിണി എന്താ ശശി? വന്നപ്പോ മൂലം ഞാൻ ഒരു കാര്യം പറയണോന്ന് ആലോചിക്കുവാ. നമ്മുടെ ജോലിച്ച് നല്ല ഹോട്ടാണ്, ശശിയാണ്. എനിക്ക് കണ്ടപ്പോ തന്നെ ക്രഷ് അടിച്ചമ്മണി. ആ അടിച്ചത് തന്റെ കൈ വെച്ചാൽ മതി, അല്ലെങ്കിൽ തന്റെ പെണ്ണുമ്പളൊക്കെ കൊണ്ട് കൊടുക്ക. ഇങ്ങോട്ട് ഇറക്കണ്ട സ്വാമി, എനിക്കൊരു കോള് വരുന്നുണ്ടേ, 1 മിനിറ്റ്. ഏതെങ്കിലും പട്ടിക്കച്ചവടക്കാരായിരിക്കും. എന്റെ പൊന്നു സ്വാമി, എനിക്ക് ഒരു കുരുവില്ല. ഞാൻ ആ പെണ്ണുമ്പളയുടെ മുമ്പിൽ അഭിനയിക്കുവാ. നേരെ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഗൾഫിൽ പറഞ്ഞു വിടും. ജീവിതം തന്നെ ഒരു അഭിനയല്ലേ ശശി? ഇപ്പൊ നാമിനെ തന്നെ കണ്ടില്ലേ? അതെനിക്ക് വന്നപ്പോഴേ മനസ്സിലായി ഭൂലോക ഫ്രോഡാന്ന്. അതല്ല ഞാൻ പറയുന്നേ, ഉള്ളിക്കമ്പ് കണക്ക് ഇരിക്കുന്നതൊന്നും വിചാരിക്കല്ലേ. ആ പെണ്ണുമ്പുള്ള കൈ തളർത്തിയിട്ടൊരെണ്ണം തന്ന 5-5 കിലോ ഇറച്ചി അവിടുന്ന് പറയും. ശനിയുടെ അപഹാരം. ശനിയുടെ അപകാരമല്ല, ആ പെണ്ണുമ്പുള്ള ശനിയുടെ അപഹാരം തലയുടെ ഉച്ച സ്ഥാനിയിൽ. ഉച്ചയ്ക്കൊന്നുമല്ല, വൈകുന്നേരം ഒരു 6-6 ആകുമ്പോ എനിക്ക് അവരുടെ മോന്ത പിടിച്ച് കോൺക്രീറ്റ് ഒരക്കല്ലേ നൂല് പൊങ്ങും. നൂല് പൊങ്ങരുതല്ലേ അമ്മിണി? അമ്മിണിയുടെ എത്ര ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നൂലോ ഷീക്കൺ ഷോ പൊങ്ങിയിട്ടുണ്ടോ അമ്മിണി? അങ്ങനെ പൊങ്ങരുതല്ലേ അമ്മിണി? അമ്മിണി ഉൽക്ക പൊട്ടോന്ന് എനിക്കറിയില്ല. പലരുടെയും മുതുകത്തിൽ നോലക്ക പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തിനാടി അമ്മിണി കൊന്നിട്ട്? നമ്മളൊക്കെ അനാഥരാണ്, ഗുണ്ടകളല്ല. ചെറിയൊരു മയത്തിൽ. പറ്റില്ല. അമ്മിണി ഇപ്പൊ ആരാ വിളിച്ചേ? പുതിയ പട്ടി വല്ലോ സെറ്റായോ? പട്ടി
സെറ്റ് ആയിട്ടില്ല, തനിക്ക് ഗൾഫിൽ പോകാനുള്ള ടിക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ അമ്മണി, ഞാൻ എങ്ങനെ പോവാനാ? ഒരു കഴിവും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഇങ്ങനെയുള്ള ഞാൻ അവിടെ പോയി എങ്ങനെ ജീവിക്കാം? അയ്യോ അഭിനയിക്കല്ലേ, തനിക്ക് ഈ വക ഓസ്കാർ അഭിനയം അഭിനയിച്ച് എന്റെ അടുത്ത് പിടിച്ചു നിൽക്കാമെങ്കിൽ അവിടെ പോയിട്ട് എന്തായാലും നിൽക്കാം. വേണ്ട അമ്മണി. എന്താ ശശി?